ഇതാണ് നമ്മളുടെ അൺബോക്സ് ചെയ്തത്. ഇതിൽ ഈ OS 1500D ആണ് നമ്മുടെ ഈ കനോണിൻ്റെ ഈ മോഡൽ. ഇതിൽ 24.1 മെഗാ പിക്സലാണ്. ISO 6400 ഫുള്ളി HD. EOS ഫുൾ മൂവീസ് HD ആണത്. ഫാമോസ് 3.0 ആണ്. വൈഫൈ ഫുൾ വൈഫൈ ആണ്. വൈഫൈയിൽ നമുക്ക് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചേഞ്ച് ചെയ്യാം. ഇൻസൈഡിൽ നമുക്കിപ്പോൾ അവർ പറയുന്നത് 16 GB കാർഡാണ് അവർ പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി. ബാക്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെ ഉണ്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇതിന് ആദ്യം ഇതിലേക്ക് ബാറ്ററിയും അതുപോലെ തന്നെ നമുക്ക് SD കാർഡ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്ത് ചെയ്ത് ക്ലിപ്പ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ബാറ്ററി ബാറ്ററി നമുക്ക് കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. ബാറ്ററി SD കാർഡ് കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ബാറ്ററി ഇതാണ് ബാറ്ററി ഉള്ളത്. ഒരു ബാറ്ററിയുടെ കറക്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് പ്രസ് ചെയ്താൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ശരിക്കും ഓക്കെ ആവും. അപ്പോൾ ഒരു ബാറ്ററി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SD കാർഡ് അപ്പോൾ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ SD കാർഡ് ഇപ്പോൾ ഇതേ പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ SD കാർഡ് ഓക്കെ. ഓൾറെഡി SD കാർഡും ബാറ്ററിയും നമുക്ക് ഇതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിലേക്ക് നമ്മുടെ DSLRലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്താൽ ഓക്കെ. നമുക്ക് രണ്ടും നമുക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് ബാറ്ററി കണ്ടെയ്നർ. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാറ്ററി കണ്ടെയ്നർ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യാനുള്ള ബാറ്ററിയിൽ വെച്ചാൽ തന്നെ നമുക്ക് അടുത്ത ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൾറെഡി ചാർജ് ഇടാം. അപ്പോൾ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു കല്യാണ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫങ്ഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കണ്ടെയ്നർ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. ശരിക്കും നമ്മൾ ഓൾറെഡി ബാറ്ററി ഒക്കെ ഓൺ ചെയ്ത് എല്ലാം ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ ലെൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ലെൻസ് ചെക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് പ്രസ്സില്ലേ, പ്രസ്സിങ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ലെഫ്റ്റിലേക്ക് തിരിക്കുക, അതിന് ശേഷം ഊരിയെടുക്കുക. ഇതാണ് ലെൻസ്. ഇതൊന്നും നമ്മൾ ഇതിൽ തുണിയിട്ടൊന്നും തുടയ്ക്കരുത്. അതിന് ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോ അവസാനം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ലെൻസ്, ഇതിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഉപയോഗിക്കേണ്ടത് ലെൻസ്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ലെൻസ് എങ്ങനെ ആഡ് ചെയ്യേണ്ടത് നോക്കാം. ലെൻസ് വരുന്നത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ 18 തുടങ്ങി 55 വരെയുള്ള ലെൻസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ലെൻസിൻ്റെ ബട്ടൺ നമ്മൾ ആദ്യം ബാക്ക് സൈഡിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ ഈ റൈറ്റ് ഈ സൈഡിൽ കാണിക്കുന്ന ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റിൻ്റെ ഇതിലേക്ക് കറക്റ്റായിട്ട് ഈ ലെൻസിൻ്റെ വൈറ്റ് ഉണ്ട്. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഓൾറെഡി ലോക്കായി. ഓൾറെഡി ലെൻസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ലെൻസിൻ്റെ ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ പേരുണ്ടതിലോട് 2 പ്രസ് ചെയ്താൽ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ലെൻസിൻ്റെ ദൂരം അത് ടച്ച് ചെയ്യാൻ പാടില്ല. ഓൾറെഡി ഇപ്പോൾ ലെൻസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൾറെഡി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൾറെഡി നമുക്കിതിപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. ബാറ്ററിയും നമ്മൾ SD കാർഡൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലെൻസായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓണിങ്ങിൻ്റെ സ്വിച്ച്. ഇതിന് ഓൺ ഓഫ് സ്വിച്ച് കണ്ടില്ലേ, സ്വിച്ച് ഇതാണ് ഓണിൽ കിട്ടും. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ മാനുവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് മാനുവൽ കിടക്കുന്നത്. മാനുവൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനുവൽ യൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക് യൂസിങ് ഉണ്ട്. ഇത് വീഡിയോ സിസ്റ്റമാണ് ഉള്ളത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവൽ കിട്ടുന്നെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ പിക്ചേഴ്സ് അല്ലെങ്കിൽ മൂവിങ് പിക്ചേഴ്സൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ അതിനൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
ഇതിൻ്റെ സ്വിമ്മിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് മാനുവൽ ട്രെൻഡ് ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിക്ക് ക്യാമറ തന്നെ നമുക്ക് സൂം ചെയ്ത് കറക്റ്റാക്കി തരും. വൈഫൈ മെനു കയറിയിട്ട് മെനുവിൽ നിന്ന് വേണമെങ്കിൽ വൈഫൈയിലെ സെറ്റിങ്സിലേക്ക് പോവാം. വൈഫൈ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതാണ് വൈഫൈ സെറ്റിങ്സ്. വൈഫൈ സെക്ഷൻ ഫംഗ്ഷൻ നമുക്ക് ഇതിപ്പോൾ ഒരു നോർമലി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിന് എന്തായാലും നല്ലൊരു വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പറഞ്ഞത്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു സംഭവം കൂടെയാണത്. ഓൾറെഡി ഫ്ലാഷ് ബട്ടൺ ഉണ്ടാകുന്നതാണ്. ഫ്ലാഷ് ബട്ടൺ നമുക്കിത് ഇപ്പോൾ എടുക്കേണ്ട ടൈമിൽ ഫ്ലാഷ് ബട്ടൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓൾറെഡി തനിയെ അത് ഓണാകും. ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഓണാകും. സ്വിച്ച് ഷട്ടർ ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്രയുള്ള മാനുവൽ നമ്മൾ ഒരു ക്യാമറ നമുക്കിപ്പോൾ DSLR 1500D ആണ്. അത് നമ്മൾ എന്തായാലും അതിൻ്റെ പരിചയപ്പെടുത്തലാണ് നമ്മൾ നടത്തിയത്. ഇപ്പോൾ ഓൾറെഡി ഇത് മാക്സിമം നമുക്കിപ്പോൾ ഒരു ബിഗ് ബില്യൺ ഓഫറിൽ 14,000 രൂപയോളം വരുന്നുണ്ട്. പക്ഷേ അത് നമുക്കൊരു ഓഫേഴ്സിൽ കിട്ടിയാണ്. ഒരു 22,000 കിട്ടിയാണ്. അപ്പോൾ നിങ്ങളെടുക്കാം. നല്ല ഓൾറെഡി നല്ലൊരു ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ക്യാമറാസ് നമുക്ക് ക്യാമറ ഫോട്ടോസ് എടുക്കുക, ഒരുപാട് വീഡിയോസ് എടുക്കുക. ഇതിലേക്ക് ഓൾറെഡി അവർ വരുന്നത് 16 GB കാർഡാണ് നമുക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് 128 GB കാർഡൊക്കെ അടിച്ച് കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഫോൺ. അപ്പോൾ യൂട്യൂബൊക്കെ ചാനലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയും അത്യാവശ്യം ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് USB കേബിൾ കുത്തുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു സ്പേസ് ആണ് കണ്ട് യൂസ് കമ്പ്യൂട്ടറായിട്ട് അല്ലെങ്കിൽ ലാപ്പായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് കണക്ട് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ലെൻസിൻ്റെ ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ലെൻസിൻ്റെ ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസൊക്കെ ചെയ്യാനാണ്. അടുത്ത വീഡിയോയിലേക്ക് കൂടുതലും വിശദമായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ DSLRൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് DSLRനെ കുറിച്ചുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൻ ഞെക്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.